കൊല്ലത്തെ ഇടതുകോട്ടകളൊക്കെ തകർത്ത് മികച്ച പ്രകടനമാണ് UDF കാഴ്ചവെച്ചിരിക്കുന്നത്. LDF വലിയ വിജയം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ച മണ്ഡലങ്ങളൊക്കെ തൂത്തുവാരിയിരിക്കുകയാണ് UDF. തൂക്കിയല്ലേ കുണ്ടറ ഉൾപ്പെടെ? ഉറപ്പായിട്ടും കൊല്ലത്ത് ഇത്തവണ ഞങ്ങൾ തൂക്കുമെന്ന് നേരത്തെ പറഞ്ഞതാണ്. ജനങ്ങളുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത്, ജനങ്ങൾ നൽകിയ ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത്. ആ പറഞ്ഞത് ശരിയാകുന്ന രൂപത്തിലുള്ള റിസൾട്ട് വന്നിരിക്കുകയാണ്. ഈ കൊല്ലത്തെ ഇരുപുരം അടക്കമുള്ള വർഷങ്ങളായി LDF വിജയിക്കുന്ന മണ്ഡലങ്ങളിൽ വിജയത്തിൻ്റെ വെന്നിക്കൊടി പാറിക്കാൻ UDF കഴിഞ്ഞിട്ടുണ്ട്. ആദ്യം കൊല്ലത്തെ ജനങ്ങളോടുള്ള നന്ദി ഐക്യജനാധിപത്യ മുന്നണിക്ക് വേണ്ടി അറിയിക്കുകയാണ്. കുണ്ടറയിൽ വലിയ ഭൂരിപക്ഷത്തോടെയാണ് വിജയിച്ചിരിക്കുന്നത്. കുണ്ടറയുടെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷം നൽകിയ കുണ്ടറക്കാർക്ക് 24-ൽ കൂടി ഞാൻ അവരിത് കാണുന്നുണ്ടാകും. അവർക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ ആദ്യമായിട്ട് അറിയിക്കുകയാണ്. ആവേശത്തിലാണ് UDF സർക്കാർ വരാൻ പോവുകയാണ്. എല്ലാ സ്ഥലത്തും UDF നേതാക്കളും ഈ പ്രവർത്തകരും ഒക്കെ വലിയ ആവേശത്തിലാണ് ഇപ്പോൾ പോകുന്നത്. തീർച്ചയായും ആണ്. UDF പ്രവർത്തകരും UDF-നെ സ്നേഹിക്കുന്നവരും UDF വരണമെന്ന് ആഗ്രഹിക്കുന്നവരും എല്ലാം വലിയ സന്തോഷത്തിലാണ്. അതുപോലെ തന്നെ ഈ ജനവിരുദ്ധ സർക്കാർ കേരളത്തിൽ നിന്നും പുറത്തു പോകണമെന്ന് ജനങ്ങളുടെ വലിയ ആഗ്രഹമായിരുന്നു. ഇന്ന് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് മലയാളികളായിരിക്കും. തുടർഭരണം പ്രവചിച്ച പല സർവേകളും ഉണ്ടായിരുന്നു, അവരൊക്കെ ഞെട്ടിയിരിക്കുകയായിരിക്കും. അങ്ങനത്തെ പെയ്ഡ് സർവേകളുമായിട്ടൊന്നും ഇനി ആരും വരത്തില്ല. അവർക്കും ഉള്ള ഒരു തിരിച്ചടിയാണിത്. RSPയുടെ ഒരു തിരിച്ചുവരവ് കൂടിയാണോ ഈ തെരഞ്ഞെടുപ്പ്? തീർച്ചയായും. കേരള രാഷ്ട്രീയത്തിൽ RSPക്ക് വലിയ ചരിത്രമുണ്ട്. കൊല്ലത്തിന്റെ ട്രേഡ് യൂണിയൻ രംഗത്തടക്കം ആ RSP കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിൽ നമ്മൾ ആഗ്രഹിച്ച വിജയമുണ്ടായില്ല. എന്നാൽ ശക്തമായ ഒരു തിരിച്ചുവരവാണ് ചവറയും ഇരുവരവും കുന്നത്തൂരുമെല്ലാം ജയിച്ച് കൊണ്ട് RSP തിരിച്ചു വന്നിരിക്കുന്നത്. ഒന്നാം പിണറായി സർക്കാരിന് മുഴുവൻ സീറ്റുകളും നൽകി വിജയിപ്പിച്ച ജില്ലയാണ് കൊല്ലം ജില്ല. രണ്ടാം പിണറായി സർക്കാരിലേക്ക് വന്നപ്പോൾ 2 സീറ്റുകൾ മാത്രമാണ് UDF-ന് നേടാൻ കഴിഞ്ഞത്. ഇപ്പോൾ 8 സീറ്റുകളാണ് UDF സ്വന്തമാക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മൊത്തത്തിൽ തൂത്തുവാരിയിരിക്കുകയാണ്. കൊല്ലത്തിന്റെ ഇടത് കോട്ട തകർന്നു എന്നുള്ളതാണ്. അതിന്റെ എല്ലാ ആവേശത്തിലാണ് UDF പ്രവർത്തകരും. ക്യാമറമാൻ രാജ്കിരണിനൊപ്പം സൂര്യ ഗായത്രി, 24 കൊല്ലം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.